ഒരു വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ കൊടുങ്കാറ്റ് വരുമ്പോൾ സാധാരണയായി അതിനു മുൻപ് ചില സൂചനകളൊക്കെ കാണാറുള്ളതാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ആ കൊടുങ്കാറ്റ് താണ്ഡവമാടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വമ്പൻ റാലികൾ അവിടെ പുറത്ത് നടക്കുമ്പോൾ ബംഗാളിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് കൊടിപിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളായിരുന്നില്ല, മറിച്ച് നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാരും ബ്യൂട്ടി പാർലറുകളിലെ ചേച്ചിമാരും ചായക്കടക്കാരുമായിരുന്നു. അതെ, ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന തൃണമൂൽ അറിയാതെ, മുഖ്യമന്ത്രി മമതാ ബാനർജി പോലും അറിയാതെ താഴെ തട്ടിൽ നടന്ന RSSന്റെ അണ്ടർ കവർ ഓപ്പറേഷന്റെ കഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 2026 മെയ് 4 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഞെട്ടി. 294 സീറ്റുകളിൽ 207 സീറ്റും നേടി BJP ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ അധികാരത്തിൽ വന്നു. 2021 215 സീറ്റ് ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് വെറും 80 സീറ്റിലേക്ക് കൂപ്പുകുത്തി. ഈ വമ്പൻ അട്ടിമറിക്ക് പിന്നിലെ പ്രധാന കാരണം RSSും BJPയും ചേർന്ന് ഒരു വർഷത്തോളമായി നടത്തിയ വിസ്പർ ക്യാമ്പയിൻ അഥവാ നിശബ്ദ പ്രചാരണമായിരുന്നു. കൊൽക്കത്തയിലെ 50,000-ഓളം വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈ പ്രചാരണത്തിന്റെ സജീവ ഭാഗമായിരുന്നു. യാത്രക്കാർ ഓട്ടോയിൽ കയറുമ്പോൾ ഭരണകക്ഷിയുടെ അഴിമതിയെക്കുറിച്ചോ കെടുകാര്യസ്ഥതയെക്കുറിച്ചോ ഒക്കെ ഡ്രൈവർമാർ വളരെ സ്വാഭാവികമായി സംസാരിച്ചു തുടങ്ങും. അതുപോലെ കോളനികളിലെയും ചെറിയ ടൗണുകളിലെയും സാധാരണ ബ്യൂട്ടി പാർലറുകൾ വഴിയും ആശയപ്രചാരണം നടന്നു. പാർലറുകളിൽ വരുന്ന സ്ത്രീകളോട് അവിടെയുള്ള ജീവനക്കാർ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും മറ്റും സൂക്ഷ്മമായി സംസാരിച്ചു. അതായത് ഒരു രാഷ്ട്രീയ അനുഭാവി സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല, സൂക്ഷ്മമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. വലിയ സിനിമാ താരങ്ങളെ വെച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പകരം ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ചായക്കടക്കാരെയും പലചരക്ക് കടക്കാരെയും ഒക്കെ വെച്ച് BJP തങ്ങളുടെ യഥാർത്ഥ ലോക്കൽ ഇൻഫ്ലുവൻസർമാരായിട്ടാണ് ഇവരെ ഉപയോഗിച്ചത്. 34 വർഷത്തെ ഇടതു ഭരണത്തിനും 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിനും ശേഷം ബംഗാളിലെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ആർജിക്കർ ആശുപത്രിയിലെ പീഡന കൊലപാതകം, സന്ദേശ് കാലിയിലെ അതിക്രമങ്ങൾ, സിൻഡിക്കേറ്റ് രാജ്, ഗുണ്ടായിസം എന്നിവയെല്ലാം ജനങ്ങളിൽ വലിയ ഭയവും അതൃപ്തിയും ഉണ്ടാക്കിയിരുന്നു. ബംഗാളികളുടെ അസ്തിത്വം തന്നെ അപകടത്തിലാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു. ഇതിനൊപ്പം അനധികൃത കുടിയേറ്റവും ജനസംഖ്യാ മാറ്റങ്ങളും വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ ഭയത്തെയും അതൃപ്തിയെയും കൃത്യമായി വോട്ടാക്കി മാറ്റുകയാണ് RSS അനുബന്ധ സംഘടനകളായിട്ടുള്ള ഹിന്ദു ജാഗരൺ മഞ്ച് പോലുള്ളവ ചെയ്തത്. അവർ നേരിട്ട് BJPക്ക് വോട്ട് ചോദിച്ചില്ല, മറിച്ച് ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ആര് ഭരിക്കണമെന്ന ചിന്ത ജനങ്ങളിലേക്ക് പകർന്നു നൽകി. 2021 BJP വലിയ ഔദ്യോഗിക മീറ്റിങ്ങുകൾക്കാണ് പ്രാധാന്യം നൽകിയത്. എന്നാൽ 2026 തന്ത്രം പാടെ മാറി. ഇത്തവണ ഊന്നൽ നൽകിയത് അനൌദ്യോഗിക പ്രചാരണങ്ങൾക്കായിരുന്നു. ഏകദേശം 2.5 ലക്ഷത്തോളം ചെറിയ മീറ്റിങ്ങുകളാണ് ബംഗാളിലുടനീളം നടന്നത്. വൈകുന്നേരങ്ങളിൽ വോട്ടർമാരുടെ വീടുകളിൽ ചായയും ലഘുഭക്ഷണവും കഴിച്ച് രാഷ്ട്രീയമില്ലാത്ത സൗഹൃദ സംഭാഷണങ്ങളിലൂടെ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. BJP ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ, ഭൂപേന്ദർ യാദവ്, ബിപ്ലവ് ദേബ് തുടങ്ങിയ നേതാക്കൾ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ബംഗാളിലെ പാർട്ടി സംവിധാനത്തെ ഉടച്ചു വാർത്തത്. സംസ്ഥാനത്തെ 44,000-ഓളം ബൂത്തുകളെ തരംതിരിച്ച് ഓരോ 30 മുതൽ 60 വോട്ടർമാർക്കും ഒരു പേജ് പ്രമുഖ് എന്ന നിലയിൽ ചുമതല നൽകി. വോട്ടർ പട്ടികയിലെ പൂർണ്ണ ചുമതലയുള്ള രാഷ്ട്രീയ പ്രവർത്തകനെയാണ് പേജ് പ്രമുഖ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പേജിന്റെ ഒരു വോട്ടർ ലിസ്റ്റിന്റെ ഒരു നിശ്ചിത പേജിൽ 30 മുതൽ 60 വോട്ടർമാരുണ്ടാകും. ഇവരുടെ ചുമതലയുള്ള ആളെയാണ് പേജ് പ്രമുഖ് എന്ന് പറയുന്നത്. ഇതിനൊപ്പം SIR പ്രക്രിയയിലൂടെ വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യാനും കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാനും സാധിച്ചതോടെ വിജയം എളുപ്പമായി. ഇങ്ങനെയാണ് BJP 2014 ഭാരതത്തിൽ അധികാരത്തിൽ വന്നതും പിന്നീട് അസാധ്യമെന്ന് പലരും കരുതിയിരുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒക്കെ പിടിച്ചെടുത്തതും. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള RSSന്റെ പ്രവർത്തനം, ഇതാണ് BJPയുടെ മാജിക്. ഇതിനപ്പുറം ഒന്നുമില്ല. വോട്ട് ചോറി, EVM തിരിമറി, ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാർ അലമുറയിടുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ വരെ ഇറങ്ങിച്ചെന്നുള്ള ഗ്രാസ് റൂട്ട് ലെവൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നോ അവർ മറന്നുപോയത് കൊണ്ടാണ്. എന്നും ഇന്ത്യൻ ജനത അവർക്ക് വെള്ളിത്താരത്തിൽ അധികാരം വെച്ചു കൊടുക്കും എന്ന് മൂഢമായി പ്രതീക്ഷിച്ചത് കൊണ്ടാണ്. ചുരുക്കത്തിൽ മമതാ ബാനർജി 2025 പ്രളയകാലത്ത് സിനിമാ താരങ്ങളെ വെച്ച് കാർണിവലുകൾ നടത്തി ആഘോഷിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഭരണകൂടത്തോടുള്ള രോഷം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ആ രോഷത്തെ വലിയ ഒച്ചപ്പാടുകളില്ലാതെ BJP തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റി. വലിയ റാലികൾ ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നപ്പോൾ യഥാർത്ഥ മാറ്റം കൊണ്ടുവന്നത് ആ ചെറിയ ചായക്കടകളിലെയും ഓട്ടോറിക്ഷകളിലെയും സംഭാഷണങ്ങളായിരുന്നു, ആ ബ്യൂട്ടി പാർലറുകളിലെ സംഭാഷണങ്ങളിലായിരുന്നു. ഭരണപക്ഷത്തെ അന്താളിപ്പിച്ചുകൊണ്ട് വലിയ ശബ്ദ കോലാഹലങ്ങളില്ലാതെ എങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവം നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ബംഗാളിലെ ഈ ചരിത്ര വിജയം മാറുകയാണ്. ജനാധിപത്യത്തിന്റെ കാവ്യനിധി ഒരു ജനകീയ കാവ്യമായി ബംഗാളിനെ
ഈ ചരിത്ര വിജയം മാറുകയാണ്. മിസ്റ്റർ സുശീലൻ.